അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന വീട്ടിൽ തനിയാണ്. കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഇത് എന്ത് പറ്റിയത്, ഇപ്പോൾ ആരാണ്? ചിന്നുവാണെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. രമ്യയും മഞ്ജുവും കൂടി തുന്നലിലും പോയിരിക്കുക. ഇത് ആരാണ് എന്ന് പറഞ്ഞിട്ട് വാതിൽ വന്ന് തുറക്കണം കേട്ടോ. വാതിൽ വന്ന് തുറക്കുമ്പോൾ JK ആണ് കാണുക. JK കണ്ടതെന്ന് തന്നെ അരിശം വരികയാണ് കേട്ടോ അർച്ചനയ്ക്ക്. തന്നെയുടെ ആരോടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ തന്നെയും എന്നെയും പറ്റിയിട്ട് വലിയ പ്രശ്നം പറഞ്ഞുണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നാളേക്ക് വേറൊരു പ്രശ്നമാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് അർച്ചന ദേഷ്യപ്പെടുകയാണ് കേട്ടോ. JKയോട് പോകാൻ പറയുകയാണ് കേട്ടോ. അതേസമയം JK പറയുന്നുണ്ട്, ഭവതി ഇവിടെ തനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതാ ചിന്നുവിന് ഇവിടുത്തെ മോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. ഇവൾക്ക് ഗിഫ്റ്റോ? അവൾക്ക് ഈ ഗിഫ്റ്റൊന്നും വേണ്ട. അവളെ താൻ എങ്ങനെ അറിയുക? അവൾക്ക് അങ്ങനെ അപരിചിതരുടെ ഗിഫ്റ്റൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അർച്ചൻ്റെ കൊടുക്കുകയാണ് കേട്ടോ. അർച്ചന അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയാൻ പോവുകയാണ്. അതേസമയം അർച്ചനയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ JK. ഇത് വലിച്ചെറിയാൻ പറ്റില്ല, ഇത് ചിന്നുമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ് എന്ന് പറയുകയാണ് കേട്ടോ. തന്നോടല്ലേടെ പോകാൻ പറഞ്ഞ് തൻ്റെ ഗിഫ്റ്റും എന്ന് പറഞ്ഞിട്ട് അർച്ചന JK ആട്ടി വിടുകയാണ് കേട്ടോ. ആട്ടിയിട്ടിട്ട് അർച്ചന വാതിലടയ്ക്കണം. വാതിലടച്ച സമയത്ത് JK അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ശരി, ഇത് ചിന്നുമോൾക്ക് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് JK അവിടെ പുറത്തിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിന്നുമോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ചിന്നു ആണെങ്കിൽ JK കണ്ടതും JK അങ്കിളേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ, ചിരിച്ച് സ്നേഹത്തോട് കൂടിയിട്ട്. ഇതാ മോളെ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ചിന്നുമോളുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഇന്നലെ ആയിരുന്നില്ലേ പിറന്നാൾ എന്ന് പറയുകയാണ്. ഇന്നലെ അങ്കിൾ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ എന്താ നിങ്ങൾ വന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം JK പറയേണ്ടതിന് എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതാണ് ഞാൻ ഇന്ന് മോൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയും. വേണ്ട അങ്കിളെ, അമ്മയെ കാണണം, അമ്മ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നാണ് അങ്കിളിനെ പറയും. വേണ്ട മോളെ, പിന്നൊരു ദിവസം ആവാം എന്ന് പറയുമ്പോൾ വേണ്ട JK അങ്കിൾ ഇതുവരെ വന്നിട്ട് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിന്നുമോൾ JK അങ്കിളെ കൊണ്ടുവന്നിട്ട് സിറ്റൗട്ടിൽ അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അതിന് ശേഷം കോളിംഗ് ബെല്ല് എടുക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന വാതിൽ തുറന്നതും ഈ JK കാണുക കേട്ടോ. നിങ്ങൾ ഇനിയും പോയില്ലേ എന്ന് പറഞ്ഞിട്ട് JK ഇങ്ങനെ ആട്ടുകയാണ് കേട്ടോ. അതേസമയം ചിന്നുമോൾ പറയണ്ട, അമ്മേ ഞാനൊന്ന് പറയട്ടെ, ഇതാരാന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കും. എനിക്കൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് JK ഞങ്ങളെ അങ്ങനെ ആട്ടി വിടുകയാണ് കേട്ടോ. JKയെ ചിന്നുമോൾ പറയുന്നതൊന്നും അർച്ചന കേൾക്കുന്നില്ല കേട്ടോ. അതേസമയം JK മോളോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നു വിചാരിക്കണേ, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മ ഒരുപാട് കാണണം പറഞ്ഞിട്ട് ആഗ്രഹിച്ചതല്ലേ, ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയണം, അമ്മ പറഞ്ഞ സാഹിത്യകാരനില്ലേ, ആ സാഹിത്യകാരനാണ് ഈ JK അങ്കിള് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ആകെ സ്തംഭിച്ച് പോവുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അർച്ചനയ്ക്ക് അറിയുന്ന JK വേറൊരാളാണ്. പക്ഷേ അയാൾ ഇങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും അർച്ചന മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ അമ്മയ്ക്ക് അറിയുക? അമ്മയ്ക്ക് എന്താ പ്രശ്നം, എന്താ പറ്റിയത് എന്ന് ചിന്നു ചോദിക്കുമ്പോൾ കരിമലക്കൊടിയിൽ വെച്ച് സംഭവിച്ച കഥ ഫോട്ടോഗ്രാഫർ ഇയാളായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഇയാൾ അപ്പോൾ സ്വയം എന്നെ പറ്റിക്കുകയായിരുന്നു, അതോ ഞാൻ പറ്റിക്കുകയായിരുന്നു, എന്താണ് ശരി എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ചിന്നു പറയേണ്ട, അമ്മ തന്നെയാണ് ശരി, അമ്മയുടെ അടുത്ത് തന്നെയാണ് ശരി, നിനക്ക് നിൻ്റെ കോളേജിലെ പ്രൊഫസർ അല്ലെങ്കിൽ JK എഴുത്തുകാരൻ എങ്ങനെയല്ലേ നിനക്കറിയുള്ളൂ, അതിൽ കൂടുതൽ എനിക്കറിയാം മോളെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം അർച്ചന റൂമിൽ പോയിട്ട് അർച്ചനയ്ക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. ഞാൻ ഇയാളെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെയെല്ലാം തെറ്റിദ്ധരിച്ചത്, ഇയാൾ ഇങ്ങനെയുള്ള എഴുത്തുകാരനാണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ചിന്നു അതേസമയം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മയെ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് വിജയശങ്കർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ അർച്ചനയെ ആരായിരിക്കും കൊണ്ടാക്കുന്നത്, എല്ലാം ആ JK തന്നെ ആയിരിക്കുമോ? ആകെ മൊത്തം വിജയശങ്കറിനൊരു ഇരിക്കപ്പുറതി ഇല്ലായ്മയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യുക? ഏതായാലും ചിന്നുമോളെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ ചിന്നുമോളെ വിളിക്കുകയാണ് കേട്ടോ. ചിന്നുമോളെ വിളിച്ചിട്ട് എന്താ വിളിച്ച അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. അതെ അമ്മ അവിടെ ഉണ്ട്, എന്താണ് ചോദിക്കുമ്പോൾ ഇന്നലെ എന്താ അമ്മ വന്നില്ല എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ഇന്നലെ ഒരു ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മ വരാതിരുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ അമ്മയെ നല്ലപോലെ ശ്രദ്ധിക്കണം, ശരീരം മാത്രമല്ല പൊതുവെ എല്ലാ കാര്യങ്ങളും എന്ന് ചോദിക്കണം. ഇന്നലെ എന്താ പ്രത്യേകിച്ച് പരിപാടി എന്ന് ചോദിക്കും. അച്ഛനെ ഓർമ്മയുണ്ടോ എന്ന് നോക്ക് എന്ന് പറയണം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല മോളെ, അമ്പാട്ട് വിടുത്ത കാര്യങ്ങൾ എനിക്കെങ്ങനെ ഓർമ്മ വരിക എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എങ്കിലേ ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ശരി, ഞാനങ്ങനെ മറന്നു മോളെ എന്ന് പറഞ്ഞിട്ടൊരു വിഷ് ചെയ്യണം കേട്ടോ. പിന്നീട് ശരി എന്നാ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അത് ചന്ദ്ര കാണുകയാണ് കേട്ടോ. ചന്ദ്ര ചോദിക്കുക, നിങ്ങൾ എന്തിനാ അപ്പോൾ ചിന്നുവിനെ ഫോൺ ചെയ്തത്? അവളുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഫോൺ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അവളുടെ പിറന്നാളായിരുന്നു ഇന്ന്, അതുകൊണ്ട് ഞാനതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ചോദിക്കും. ഇന്നാണ് പിറന്നാൾ? അല്ല, ഇന്നലെ ആയിരുന്നു എന്നിങ്ങനെ
എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എനിക്കെങ്ങനെ അവളുടെ പിറന്നാൾ ഓർത്ത് വയ്ക്കാൻ കഴിയും? എനിക്ക് നിൻ്റെയും നിൻ്റെ മോളുടെയും കാര്യങ്ങൾ മാത്രമല്ലേ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അവളുടെ കാര്യങ്ങളൊന്നും ഞാൻ അറിയാത്തേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പക്ഷേ ചന്ദ്ര ആകെ കട്ടക്കലപ്പിലാണ്. നിങ്ങളാ ചിന്നുവിനെ വിളിച്ചത് അർച്ചനയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് എന്നിങ്ങനെ പറയണം. വിജയശങ്കറോട് ചന്ദ്രലേഖ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.